അങ്ങനെ ഒരു സാധുവായ ഉസ്താദിന്റെ മകൻ കൂടി അള്ളാഹുവിന്റെ മതത്തിന്റെ പുറത്തേക്ക്. എന്തുകൊണ്ട് വിശേഷമൊക്കെ സുഖമാണോ? ഞാൻ ഷെരീഫ് ഉസ്ലിയാറുടെ മോനാണ്. എന്നെ കുറച്ച് ദിവസം ഉസ്താദിനെ വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കണം. പക്ഷെ തിരക്കാണെന്ന് കരുതിയാണ് എന്നെ വിളിക്കായിരുന്നത്. ഞാൻ ആകപ്പാട് മാനസികമായിട്ട് വല്ലാത്തൊരു പ്രയാസത്തിലേക്ക് ഉള്ളത്. എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരണം. ഞാൻ നിസ്കാരമൊക്കെ കറക്റ്റായിട്ട് നിർവഹിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇപ്പോ കുറച്ചായിട്ട് ഏകദേശം ഒരു 6 ആഴ്ചയായിട്ട് ഞാൻ ജുമാക്ക് പോലും കറക്റ്റായിട്ട് പോയിട്ടില്ല. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കാരണം എന്താ വെച്ചാല് മനസ്സിൽ വല്ലാത്ത സംശയങ്ങൾ ഇങ്ങനെ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെ അറിയാലോ, ഈ CM മുടവൂര് വലിയ മഹാനാണ്. നമുക്കൊക്കെ സംശയമൊന്നുമില്ല, വലിയ മഹാൻ തന്നെയാണ്. പക്ഷേ ഇപ്പൊ സോഷ്യൽ മീഡിയയില് CM മുടവൂരിനെ പറ്റി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അതിനെ ആളുകൾ ഒരു പരിഹാസ കഥാപാത്രമായി മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്താണ് ഇതിന്റെയൊക്കെ സത്യാവസ്ഥ എന്നറിയാതെ ആകപ്പാട് വല്ലാത്തൊരു സംശയം മനസ്സിലുടലെടുത്തിരിക്കുകയാണ്. ഉപ്പാട കൈപിടിച്ച് സുബഹിയുടെ അവ്വല് ജമാഅത്തിന് പങ്കെടുക്കുന്ന മോന 1000-ൽ പരം കുട്ടികൾക്ക് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കലാമ പഠിപ്പിച്ചു കൊടുത്ത ഒരു മുസ്ലിയാരുടെ മകൻ്റെ അവസ്ഥയാണ്. അൻസാരി സുഹരി വഹാബിയാവുമോ, വഹാബിസ്റ്റിലേക്ക് പോകുമോ, നിങ്ങൾ എൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആരും ആശങ്കപ്പെടേണ്ട. വ്യാപകമായിട്ട് ചെറുപ്പക്കാരായ ആളുകൾ അള്ളാഹുവിൻ്റെ ദീൻ വിട്ട് മുറുത്തതാകുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. എന്തേ കാരണം? അതിന് ഹേതുവാകുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇത് ഈ ഹയവാനെ പോലുള്ളവന്മാരുടെ പ്രസംഗമാണ് എൻ്റെ പ്രധാനപ്പെട്ട ഈ ചെക്കന്മാരുടെ ഹൃദയത്തിൽ സംശയം ഉണ്ടാക്കുന്നത്. എന്നാലും ചോദിയേ, വിശുദ്ധമായ ഖുർആൻ്റെ നസ്സാണ് ഇബ്ലീസിനെ കുറിച്ച് പറഞ്ഞെന്താണ്? ആ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയെ വരെ മലക്കുകളുടെ വീണ്ടും നേതാവാക്കാനുള്ള കഴിവ് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹ്ക്ക് ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഈ മക്കൾ മദ്രസക്കാലം മുതൽ പഠിച്ച മക്കളുടെ മനസ്സിൽ എന്താണ് ഉണ്ടാകുക? വേണ്ടി വന്നാൽ ഇബിലീസും മടവൂരിൻ കൊടിയത് ചൂടും എന്ന പാട്ടുണ്ടല്ലോ. വേണമെങ്കിൽ അവനെയും പഴയതുപോലെ ആക്കും, മലക്കുകളുടെ ഗുരുവാക്കും എന്നൊക്കെ ഉണ്ടല്ലോ. ഇതിനെന്താ തെളിവ് ഒന്ന് പറഞ്ഞുതരോ? ചെങ്ങായിജി ലോകത്തൊന്നല്ലേ, ഇവിടെ കേരളത്തില് ആ വിഷയം പ്രമാണബദ്ധമായി എത്ര ഭംഗിയായിട്ട് വന്യരായ അഹ്സനി ഉസ്താദും അൻവരി ഉസ്താദും ഇവിടെ വിവരിച്ചത്. നമ്മളെ കൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിന് ഒരു നയാ പൈസയുടെ ഗുണമുണ്ടായിട്ടില്ലെങ്കിലും ദോഷം ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ വാക്കുകൊണ്ട് ഒരാളും അള്ളാഹുവിൻ്റെ മതത്തിൻ്റെ പുറത്തേക്ക് പോയാൽ നമ്മുടെ അവസ്ഥ എന്താവും? ഇത് നിയന്ത്രിക്കേണ്ടെന്നാണ് ചോദിക്കുന്നത്. പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പേരിൽ ഈ കള്ളത്തരങ്ങളും വ്യാജങ്ങളും കഥകളും ഒക്കെ കറ്റുകെട്ടി ഉണ്ടാക്കി സമൂഹത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ, അതൊരു പരിഹാസേന സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുമ്പം, അള്ളാഹുവിൻ്റെ മതം നിന്ദ്യമാക്കപ്പെടുമ്പം നമുക്ക് ആർക്കും വേദനയില്ല. വേദന എന്താണ്? സുഹരി അങ്ങോട്ട് മാറുക എന്നുള്ളതാണ്. സുഹരിയുടെ വിഷയത്തിൽ ആരും തീ കായണ്ട, ആരും വെയിലും കൊള്ളണ്ട, മഴയും കൊള്ളണ്ട. ഇതൊക്കെ അല്ലേ ഇത് ജനങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ഉസ്താദന്മാരെ. ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ മദ്രസ സംവിധാനങ്ങളൊക്കെ ഒരു 10 കൊല്ലം കൊണ്ട് നമ്മൾ അവസാനിപ്പിച്ചിട്ട് കൊണ്ടുവരും. കാരണം കുട്ടികൾക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല, അവർക്ക് ദീനോട് താല്പര്യമില്ലെങ്കിൽ. കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നീ വെളിച്ചം പോകുന്ന തരത്തിൽ കല്ലിമുന്നാസ അലാ ഖദരി ഉഖൂലിഹിം, മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, രൂപത്തിൽ, അവരുടെ ഹൃദയത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന രൂപത്തിലല്ലേ അള്ളാഹുവിൻ്റെ ദീൻ പറഞ്ഞു കൊടുക്കേണ്ടത്. അതിന് പകരം ഈ പച്ചക്കള്ളങ്ങളും ഈ പൊട്ടത്തരങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് അതിങ്ങനെ സമൂഹത്തിൽ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കപ്പെടുകയും ട്രോൾ ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുമ്പം സാധാരണ മക്കളാണവർ. ഒരു ദീൻ പഠിച്ച വാപ്പയോരം ചേർന്ന് നടക്കുന്ന, ഒരു മതപണ്ഡിതനോരം ചേർന്ന് നടക്കുന്ന ഒരു കുട്ടികൾ, ചെറുപ്പം, എത്ര മെസ്സേജുകൾ. എന്നാൽ ഞാൻ പലപ്പോഴും തമാശയും ട്രോളും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ അള്ളാഹുവിൻ്റെ ദീൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ സേവനം കൊണ്ടുണ്ടായ നേട്ടം ഇവിടെ ഈ സ്ക്രീൻഷോട്ട് നോക്കും. ഇതൊരു പള്ളിയിൽ വെച്ച ഒരു ഫാദറാണ്, ഒരു പ്രീസ്റ്റാണ്. അദ്ദേഹത്തിന് എത്ര മനോഹരമായിട്ട് അദ്ദേഹം നമ്മുടെ വീഡിയോ അദ്ദേഹം വിലയിരുത്തി എന്നുള്ളതാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് നോക്കും ഒരു ചെറുപ്പക്കാരൻ അള്ളാഹുവിൻ്റെ ദീൻ വിട്ടു പോകാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരൻ മെസ്സേജാണ്. ഇങ്ങനത്തെ 100 കണക്കിന് മെസ്സേജുണ്ട്. ഞാനിത് നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും, ഒരു സെൽഫ് പ്രൊമോഷൻ അല്ലെങ്കിൽ അഹങ്കാരം, ഇത് അതുകൊണ്ടാണ് ഇതൊന്നും പ്രചരിപ്പിക്കാത്തത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുതാപരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വ്യാപകമായിട്ട് ഈ ആളുകളുടെ മനസ്സിൽ സംശയം ഉണ്ടാകുന്ന രൂപത്തിലുള്ള ഈ സംസാരങ്ങൾ എത്ര മനോഹരമാണ്. നമ്മുടെ ഈ ആശയങ്ങൾ എത്ര സ്പഷ്ടമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. ഒരു കാറ്റ് സ്റ്റീവൻ, പോപ്പ് ഗായനായ കാറ്റ് സ്റ്റീവൻ, ഇന്ന് യൂസുഫ് അൽ ഇസ്ലാം ആയിട്ടുണ്ടെങ്കിൽ ഒരു വിശുദ്ധമായ ഖുർആന്റെ അധ്യാപനം ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും അയാളുടെ മനസ്സിൽ ഓളം തെല്ലുകയാണ്, ഈമാനികമായ ഓളം തെല്ലുകയാണ്. നമ്മൾ ഇക്കാലം അത്രയും ജീവിച്ചിട്ട് ഏത് ഇസ്ലാം സമൂഹത്തിന് മുമ്പിൽ വെറുപ്പാക്കാനല്ലാതെ, അല്ലെങ്കിൽ ഒരു പരിഹാസ കഥാപാത്രമാക്കാനല്ലാതെ നമ്മളെ കൊണ്ടൊക്കെ ദീൻ എന്ത് ഗുണമുണ്ടായത്? അള്ളാഹുവിൻ്റെ ദീൻ എന്ത് ഹൈറ നമ്മളെ കൊണ്ടൊക്കെ ഉണ്ടായത്? നമ്മൾ ചിന്തിക്കണ്ടേ? ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയാനുള്ളത് വഹാബിയാണ്. എനിക്കിതൊക്കെ നല്ല തഴമ്പായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ പ്രബോധകരോട് എനിക്ക് പറയാനുള്ളത്, ഇനി അങ്ങോട്ട് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ ദഅവത്ത് എന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ സേവനം എന്ന് പറഞ്ഞാൽ
ഈ 3 എണ്ണത്തിനെ നമ്മൾ കേൾക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ മറുപടി പറയാനെങ്കിലും ഇവരുടെ ക്ലിപ്പിടുന്ന സമയത്തെങ്കിലും ആളുകൾ അത്രയും ഈ മോശപ്പെട്ട വർത്താനം അല്ലെങ്കിൽ കാതിൽ കേൾപ്പിക്കാൻ കൊള്ളാത്ത ഈ സൈസ് കള്ളക്കഥകളും അല്ലാത്ത കഥകളും ജനങ്ങളുടെ ചെവിയിലെത്തുകയാണ്. അത്രയും സമയമെങ്കിലും ആളുകളുടെ ചെവിയിൽ ഈ സൈസ് അള്ളാഹുവിൻ്റെ ദീന് വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, കേൾപ്പിക്കാതിരിക്കുക, ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആ 1.5 മണിക്കൂറൊക്കെ ചീത്ത വിളിക്കും, 4 മിനിറ്റ് കൊണ്ട് 10 ലക്ഷം ആളുകളിലേക്ക് നമ്മൾ എന്താണ് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കും. അതുപോലെ ജനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദീൻ എത്രത്തോളം സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഗ്രാഹ്യശക്തിയുണ്ട്. 1.5 മണിക്കൂർ പച്ചത്തെറി വിളിക്കുമ്പം 4 മിനിറ്റ് കൊണ്ട് നമ്മളിതേ 10 ലക്ഷം ആളുകളിലേക്ക്, 4 മണിക്കൂർ 5 മണിക്കൂർ 10 ലക്ഷം ആളുകളിലേക്ക് 4 മിനിറ്റ് കൊണ്ട് നമ്മൾ എത്തിച്ചു കൊടുക്കും. അതല്ലേ വേണ്ടത്? ബാക്കിയുള്ള അവൻ്റെ കൊരവള്ളി പൊട്ടിക്കോട്ടെ, അവൻ്റെ തൊണ്ട പൊട്ടിക്കോട്ടെ, കൊരവള്ളി പൊട്ടിക്കോട്ടെ, അവൻ്റെ ഊർജ്ജം ചിലവായിക്കോട്ടെ, അവൻ്റെ പൈസ പൊയ്ക്കോട്ടെ. നമുക്കതല്ലല്ലോ പണി. നമ്മളെ കേട്ടിരിക്കാൻ മനുഷ്യരുണ്ട്, അവർക്ക് മനസ്സിലാകുന്നുണ്ട് നമ്മുടെ ഭാഷ, അവർക്ക് റിലേറ്റബിൾ ആകുന്നുണ്ട് നമ്മൾ പറയുന്ന ഇസ്ലാം. ആ ഇസ്ലാമാണ് ജനങ്ങളുടെ മുമ്പിൽ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. അതിന് പകരം ഈ കള്ള ഹൈവാന്മാരുടെയൊക്കെ പിന്നാലെ പോയി നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ദീൻ കളയുന്നൊരവസ്ഥയിലേക്ക് വരരുത്. അതുകൊണ്ട് ഒഴിവാക്കുക എന്നുള്ളതാണ്, ഒഴിവാക്കി വിടുക എന്നുള്ളതാണ്. എന്ത് വേണേലും പറഞ്ഞോട്ടെ, തലകുത്തി മറിഞ്ഞോട്ടെ, നമ്മൾ ഈ ഭാഗത്തേക്ക് പോവുകയും ചെയ്യരുത്. കാത് ആ ഭാഗത്ത് മാറ്റുക.